റോക്ക്ലാൻഡ് കൗണ്ടി ലെജിസ്ലേറ്ററായ ഓണറബിൾ ഡോക്ടർ ആനി പോളിനെ ഗസ്റ്റ് സ്പീക്കിംഗിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. We have to create future generations. We have to motivate future generation get into politics. Simple thing you can do is volunteer in the community. You will move up with that. That is the best thing. Give back to your community where you live, work and raise your family. ¿Dónde está mi hombre? Say yeah, yeah, yeah. ടീച്ചറും സ്റ്റുഡൻസ് കൂടെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് വെൽക്കം ചെയ്യുന്നു. ഞാൻ നെക്സ്റ്റ് അപ്ഡേറ്റ് ഫൊക്കാനയ്ക്കുള്ള അപ്ഡേറ്റ് നമ്മുടെ സെക്രട്ടറി ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ജോയ് ചാക്കപ്പനെ വിളിക്കുന്നു. ജോയ് ചാക്കപ്പനാണ് അടുത്ത അപ്ഡേറ്റ് തരുന്നത്. ഇത് റീജിയണൽ ട്രഷറർ ഫൊക്കാന ട്രഷററെ ക്ഷണിക്കുന്നു. ഏറ്റവും അധികം അഭിനന്ദിക്കേണ്ട ഒരു വ്യക്തി നമ്മുടെ ബഹുമാനായ ആൻഡോ വർക്കിയാണ്. ഇത്രയും മനോഹരമായ രീതിയിൽ ഒരു പരിപാടി പ്ലാൻ ചെയ്തതിൽ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും ഞാൻ പ്രത്യേകമായിട്ട് ഫൊക്കാനയുടെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ പറയുകയാണ്. ഫൊക്കാനയ്ക്ക് എന്നും അഭിമാനകരമായ രീതിയിൽ ഒരു നല്ലൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട്, ഉണ്ടായിരിക്കും. വരാനിരിക്കുന്ന ആദ്യത്തെ നമ്മുടെ ഒരു സംഗമം എന്നുള്ളത് കേരളത്തിലുള്ള കൺവെൻഷനാണ്. കേരളത്തിലെ കൺവെൻഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ജൂലൈ എൻഡ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക്. ഇനി നമ്മുടെ മെയിൻ കൺവെൻഷൻ 2026 വളരെ അഡ്വാൻസ് ആയിട്ട് തന്നെ പറയുന്നു, ജൂലൈ 3rd വീക്കിൽ നമ്മൾ എന്തായാലും നടത്തിയിരിക്കും. ട്രംപിൻ്റെ ഭരണകൂടം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ പരിപാടികൾ തുടങ്ങി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങളൊക്കെ സമീപിക്കും. നമ്മളുടെ പ്രസ്ഥാനത്തിലേക്ക് സാമ്പത്തികമായ സഹായങ്ങളല്ല, സ്പോൺസർഷിപ്പും കാര്യങ്ങളും വേണം. കാരണം മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രവാസികളായിട്ടുള്ള അമേരിക്കയിലും കാനഡയിലുമുള്ള നമ്മുടെ അസോസിയേഷനിലെ മെമ്പേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് ഈ അമേരിക്കയിലും കാനഡയിലുമുള്ള നമ്മുടെ സഹോദര സംഘടനകൾക്കും മലയാളികൾക്കും ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫൊക്കാനയുടെ പേരിൽ പ്രത്യേകിച്ച് ഈ രീതിയിൽ ഇത്രയും മനോഹരമായൊരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് അഭിവാദനങ്ങൾ. താങ്ക് യു വെരി മച്ച്. ലോകമേ തറവാട് കുടുംബം, അതാണ് നമ്മൾ. ആ കുടുംബത്തിലൊരു നായനാണ് ആൻ്റണി.
ഇത്രയും ഭംഗിയായ രീതിയിൽ ഇത് നടത്തിയതിലും അതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാം എൻ്റെ പ്രത്യേക നന്ദി. At Agape Trinity, we offer a broad range of services to safeguard you and your loved ones, from life and health insurance to auto, home coverage, and final expenses plans. We got you covered. We are here to listen and guide you in making the best choices for your family. Paul Karugapalli, Focana International Chair. ഇനിയും അതുപോലെ നമ്മൾ പ്രോത്സാഹനം കൊടുത്ത ഒരാളെ നിർത്തരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും എല്ലാവിധ സജീവനായിട്ട് ലീഡർഷിപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ആൻഡോ വർക്കി ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത് നമ്മുടെ പൊക്കാനയിൽ ഇത്രയും നല്ലൊരു റീജിയണൽ കൺവെൻഷൻ. Joy Eaton, Focana Kerala Convention Chair. Alone we can do nothing, but together we can do so much. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇതിലും വലിയ കാഴ്ച വയ്ക്കാൻ നമുക്ക് സാധിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് ഈ റീജിയണിൽ കൂടിയിരിക്കുന്ന ഈ പൊക്കാനയുടെ ഈ ഇനാഗുറേഷൻ ഫംഗ്ഷൻ. Next we are going to have Mr. Philippos Philip, National Legal Affairs Chair. അമേരിക്കൻ മലയാളി ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി നമ്മൾ ശക്തമായിട്ട് നിലകൊണ്ട് മുന്നോട്ട് പോകും. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിന്, നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാം വളരെ നന്ദി പറയുകയാണ്. 2024, 26, 27 പ്രസിഡന്റായിട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പോൾ കറുകപ്പള്ളിയും ആൻഡോ വർക്കിയിൽ നിന്ന് പറഞ്ഞതാണ്. പക്ഷെ ഒരു കാര്യം മാത്രമാണ്, പൊസിഷന് വേണ്ടിയല്ല. 1989 അമേരിക്കയിൽ വരുന്നത് മുതൽ ഇന്ന് 2024 വരെ 35 കൊല്ലത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രസ്ഥാനത്തിൽ ആത്മാർത്ഥത്തോടെ പ്രവർത്തിക്കുകയും നമ്മുടെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് മെമ്പറായ തോമസിനെ ഫെലിസിറ്റേഷന് ക്ഷണിക്കുന്നു. ഫൊക്കാന ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയങ്കരനായ ഫിലിപ്പോസ് ഫിലിപ്പിന് അഭിനന്ദനങ്ങൾ. ഫൊക്കാനയിൽ ഒരിക്കൽ പോലും തിരഞ്ഞെടുത്തില്ലാത്ത വിദ്യാമ്പർമ്മന്മാരാണ് ഇന്ന് ഫൊക്കാന നമ്മൾ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ് നടക്കുന്നത്. എവിടെയെങ്കിലും ഒരു ഫോട്ടോ വരാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കുക, അത് കഴിയുമ്പം അവൻ്റെ കാര്യം കഴിഞ്ഞു. ഞാൻ ഈയിടെ ഒരാളോട് ചോദിച്ചു, ഈ നേതാക്കന്മാരായിട്ട് നിൽക്കുന്ന ഒരാളോട് ചോദിച്ച ഒരു കാര്യം പറഞ്ഞേക്കട്ടെ, നിങ്ങൾ എത്ര നാൾ ഇതിന് കാവലിരിക്കുമെന്ന് ചോദിച്ചു ഈ ഫൊക്കാന ഇന്റർനാഷണൽ. അതറിയാൻ പാടില്ല. അപ്പം നിനക്ക് പ്രസിഡന്റ് ആകണം, അത് മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ചോദിക്കുന്നത് കാരണം ആധികാരികമായിട്ട് എനിക്ക് ചോദിക്കാൻ സാധിക്കും. 1983 മുതൽ ഫൊക്കാനയിൽ തന്നെ നിൽക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന, ചതിഞ്ചരിക്കാത്ത, ഫോമ ഉണ്ടാക്കിയപ്പോഴും മറ്റെന്തെല്ലാം ഉണ്ടാക്കിയപ്പോഴും ഫൊക്കാനയിൽ നിന്ന് പോകാത്ത ഒരാളാണ് ഞാൻ. ടെറൻസൺ തോമസ്, എക്സ് സെക്രട്ടറി ആൻഡ് ഫൈനാൻഷ്യൽ ചെയർ ഫോർ ദിസ് ഇയർ. സംഘടനകളിൽ അഭിപ്രായ വ്യത്യാസവും അഭിപ്രായമില്ലാത്തവരുമുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ളവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സംഘടനയുടെ യോജിപ്പിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ ആ വാക്ക് എപ്പോഴും ഞാൻ അത് വളരെ ശ്രദ്ധിക്കുകയാണ്. അതാണ് സംഘടനയുടെ ഐക്യം, അഖണ്ഡത. ബഹുമാനനായ ഫിലിപ്പോസ് ഫിലിപ്പ് ഫൊക്കാനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു. 2018 വരെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചാണ്. ശബ്ദം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചവരാണ്. ബഹുമാനായ ഫിലിപ്പോസ് ഫിലിപ്പിനും 26-28 എല്ലാ പിന്തുണയും വ്യത്യസ്ത മലയാളി അസംബ്ലി ഉണ്ടാകും. അത് യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് തന്നുകൊണ്ട് എല്ലാ ആശംസകളും നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you.